നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വാക്പോര് നടത്തി. ഇടതുപക്ഷത്തിനാണ് മതേതരത്വം സംരക്ഷിക്കാനുള്ള അങ്ങേയറ്റത്തെ ആത്മാർത്ഥത എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ അതേ വേദിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അതിനെ വിമർശിച്ചു. ഒരറ്റത്ത് മതേതരത്വത്തെക്കുറിച്ച് പറയുകയും മറുവശത്ത് വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ പൊന്നാടണിയിച്ചാദരിക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് വി.ഡി. സതീശൻ തുറന്നടിച്ചു. കലാപങ്ങളുണ്ടായപ്പോഴൊക്കെ തങ്ങളാണ് കാവൽ നിന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ തടയാനുള്ള ധൈര്യം മുഖ്യമന്ത്രി കാണിക്കണമെന്നായിരുന്നു വി.ഡി. സതീശൻ്റെ പ്രതികരണം. അങ്ങനെ ആ വലിയ ചോദ്യം ഉയരുകയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര് മുറുകുമ്പോൾ ആരുടെ ഭാഗത്താണ് ശരി? ആരാണ് യഥാർത്ഥത്തിൽ മതേതരത്വം സംരക്ഷിക്കാനുള്ള ഏറ്റവും ശക്തമായ നീക്കം നടത്തിയത്? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ശ്രീ ദിവാകരൻ, തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ. സാറേ, അതായത് എല്ലാ പാർട്ടിയിലും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ പാർട്ടികളും ഉണ്ട്. അതിൽ ആ പാർട്ടിയിലെ ആൾക്കാരുടെ സ്വഭാവത്തിലാണ് എല്ലാം വരുന്നത്. അതല്ല നമ്മുടെ വിഷയം. കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രി നടത്തിയ ചർച്ച, മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം, അതിനെ തുടർന്ന് വി.ഡി. സതീശൻ നൽകിയ പ്രതികരണം, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ കുഞ്ഞാമത്. യെസ്, നമസ്കാരം. മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയില്ല എന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമോ അതോ എതിർക്കുമോ? സാറ് ഒരു മതേതരവാദിയെന്ന് എനിക്ക് അസലായിട്ട് അറിയാം. അതുകൊണ്ട് താങ്കളോട് സംസാരിക്കുന്നത്, ഈ കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം ഓടിയെത്തുന്നത് സമാധാനിപ്പിക്കുന്നതും പ്രശ്നത്തിന് പരിഹാരമാകുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസിന്റെ പ്രവർത്തകർ. മറ്റവര് കുമ്പേമ്പിൽ മുണ്ടുകൊടുത്ത് ആടെ ഇവിടെ നിൽക്ക് ന്യായം പറയാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ലീഗ് ഇടപെടുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് STP ചങ്ങാത്ത കൂടാണ് പോകുക. ഇവര് കേരളത്തിൽ എന്ത് മതേതരത്വം അവർക്ക് പറയാനുള്ള ഈ കോൺഗ്രസ് ലീഗിനും ഈ വി.ഡി. സതീശനും? കേട്ടില്ല നിങ്ങളെ? 6 പേർ ആ കൂടോടെ പോയേ. അല്ല, ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആരോപിച്ചത് വെള്ളാപ്പള്ളി, മുഖ്യമന്ത്രിക്കെതിരെയുള്ള വി.ഡി. സതീശന്റെ ആരോപണം വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റുന്നതാണ്. കാറിൽ കയറ്റുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷേ വിദ്വേഷം പ്രചരിപ്പിക്കരുതെന്ന് പറയാൻ കൂടി ഉള്ള ആർജവം വേണം. എന്ത് കാര്യത്തിലും കേരളത്തിൽ ഇടപെടുന്നത് ഞങ്ങളാ. എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഓരോരോ കാര്യത്തിൽ ഇടപെടുന്നത്? എന്തെന്നാ കാറ് കയറ്റി 24 മണിക്കൂർ കാറ് കയറ്റി ഒരു മനുഷ്യൻ നടന്നു പോകുന്നവരോ ആളെ കാറ് കയറ്റി അവിടെ ഇറങ്ങിക്കൊണ്ട് വരുന്നത് തെറ്റാ പാതക? അത് ശരി, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ രാജീവൻ കോഴിക്കോട് നിന്നാണ് ചേരുന്നത്. ശ്രീ രാജീവൻ പറയാം. ഹലോ, ഞാൻ പറയുന്നത് പിന്നെ ഇപ്പോ ഈ ചർച്ചയ്ക്ക് ആധാരം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നിങ്ങൾ പിന്നെ ഞങ്ങളുടെ നാട്ടിനടുത്തുള്ള പിന്നെ ഒരാള് ഒരു ജാഥ നയിച്ചിരുന്നു, പിന്നെ കാസർഗോഡ് മുതൽ. ആ വേദിയിലാണ് ഈ കാന്തപുരം അവര് ആ വേദിയിലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ വിഷയം ഉന്നയിക്കുന്നത്. അതിനെ ബേസ് ചെയ്താണല്ലോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, രണ്ടാൾക്കും ആത്മാർത്ഥതല്ല എന്നുള്ള. ആത്മാർത്ഥതയില്ല. കാരണം മതേതരത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പിന്നെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ നിലപാട് മാറ്റലല്ല എന്നാ ഞാൻ പറയുക. കാരണം പിന്നെ ഇപ്പോ ശരിക്കും പറയാൻ കാന്തപുരം എന്ന് പറഞ്ഞാല് അവരെ മുസ്ലിങ്ങളെ കാര്യങ്ങൾ പറയുന്ന ഒരു സംഘടനയാണ്. അല്ലാണ്ട് അവര് എല്ലാ മതങ്ങളെ കുറിച്ചും ആരും സംസാരിക്കുന്നില്ലല്ലോ. പക്ഷെ അവര് ഉന്നയിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വലിയ കടന്നുകയറ്റം നടക്കുന്നു എന്നൊക്കെയാണ് അവരുടെ ആക്ഷേപം. അവിടെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇഷ്ടഭക്ഷണം കഴിക്കാൻ, വസ്ത്രം ധരിക്കാൻ ഇതിനൊക്കെ തടസ്സം വരുന്നു. ഗ്യാൻ വാപ്പി മസ്ജിദിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകളിൽ ഒക്കെ അവകാശവാദം ഉന്നയിച്ചു വരുന്നു.
അതുപോലെ വിഭജനത്തിൻ്റെ കാലത്ത് പോലും പെടാത്ത ഇടങ്ങൾ ഇപ്പോൾ നശിപ്പിക്കപ്പെടുന്നു. വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കാൻ നിയമനിർമ്മാണം നടക്കുന്നു. ഇങ്ങനെയുള്ള വലിയ ഒരു സാഹചര്യം മുഖ്യമന്ത്രി വിവരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് എല്ലാ ഘട്ടത്തിലും. ഒരു മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഞാൻ എതിരാന്നല്ല പറയുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോ ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശനാകട്ടെ, പിന്നെ കാന്തപുരാകട്ടെ, ജിഫ്രി കോയ തങ്ങളാകട്ടെ, പിന്നെ ഈ ക്രിസ്ത്യാനികളുടെ വിഭാഗങ്ങളാകട്ടെ, ഇവരൊക്കെ എന്ത് ജാഥ നയിക്കുമ്പോ അവരെ കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് ശരിക്കും മതേതരത്വമാണോ? അല്ലല്ലോ, മതേതരത്തല്ലല്ലോ. അവരെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാതെ ഇത്തരം സമരങ്ങളിൽ, ഞാൻ പറയുന്ന ഇത്തരം വേദികളിൽ ഒരു മുഖ്യമന്ത്രി അല്ല ഒരു പ്രതിപക്ഷ നേതാവും പോകരുത്. എന്റെ അഭിപ്രായം അതാണ്. കാരണം അവരാ ജാഥ നടത്തിക്കോട്ടെ, അവരവരെ കാര്യം പറഞ്ഞോട്ടെ, അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവിടെ ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് കേരളത്തിന്റെ ഏറ്റവും മികച്ചതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ മോശമാണ്. അതെന്തുകൊണ്ടാണ്? ഭൂരിപക്ഷ സമുദായങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങളെ അടിച്ചമർത്തുന്നു. പക്ഷെ ആ പ്രശ്നം കേരളത്തിൽ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് കേരളത്തിൽ മതേതരത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതേതരത്വം ഉണ്ട്. അതിങ്ങനെ വാദവരെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാള് ആ റോഡ് പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു നേതാവാണെന്നാണ് ഞാൻ പറയുക. കാരണം എത്ര വർഷമായി അയാൾ, 5 വർഷം അയാളിപ്പോ പ്രതിപക്ഷത്ത് നിന്നു. അയാൾ അന്ന് തൊട്ട് പറയുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും പിന്നെ പിണറായി വിജയൻ രാജിവെക്കണം, പിണറായി വിജയൻ. അതല്ലാതെ അയാൾക്ക് എന്ത് ലോജിക്കാ പറയാനുള്ളത്? ഈ കേരളത്തിൽ അത്രയും 5 വർഷം കൊണ്ട് അത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കി. ആദ്യ പിണറായി സർക്കാരിന്റെ അത്ര രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നിട്ടില്ലെങ്കിലും ഒരു കലാപം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ തന്നെ ചാനലിൽ ഇപ്പം പിന്നെ കുറെ സമയങ്ങളിൽ ഓരോരോ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ വളരെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഓരോ മതവിഭാഗങ്ങളും കൂടുതലുള്ള സ്ഥലത്ത് ആ മതവിഭാഗങ്ങളെ പങ്കെടുപ്പിക്കുക എന്ന് സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയെങ്കിലും ലക്ഷ്യം, അല്ലേ? അതാണ് നമ്മൾ കാണുന്നത്. കാരണം ക്രിസ്ത്യാനികൾ, ഉദാഹരണത്തിന് കൊച്ചിയിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ കണ്ടില്ലേ, ഒന്നുമില്ലാന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് കളവ പറഞ്ഞെന്നുള്ളത് ആ മേയർ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ആത്മാർത്ഥത പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന് തീരെ ഇല്ല എന്നാ ഞാൻ പറയാം. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ഇത് അണ്ടർടേക്കർ വേഴ്സസ് അണ്ടർടേക്കർ എന്നൊക്കെ പറഞ്ഞ് മറ്റേ WWE റെസ്ലിംഗ് പോലെയാണോ എന്ന് എന്നോട് ചോദിക്കുന്നത്. അല്ല, ഇത് ഒരു രാഷ്ട്രീയ വാക്പോരാണ്. അപ്പോൾ ഇതിൽ അത് ഇന്നലെ വലിയ ചർച്ചയായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എടുത്തത്. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ക്രിസ് എനിക്ക് ഹായ് മനു എന്ന് പറയുന്നുണ്ട്. ക്രിസ് നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. കാരണം അതേ ഇടക്കിടക്കൊക്കെ എന്നെ പ്രശംസിക്കുന്നത് കൊണ്ടും കൂടിയാണ്, അല്ലാതെ ഇഷ്ടമാണ്. ഓക്കെ, ജമാൽ എന്നോട് പറയുന്നു സതീശൻ പറഞ്ഞത് കറക്റ്റായ കാര്യമാണ് എന്ന് ജമാൽ വലിയിൽ എന്നോട് പറയുന്നു. അപ്പോൾ ജയകുമാർ പറയുന്നു ഇവിടെ ഓക്കെ ജമ്പ് ചെയ്ത് പോയി. പൊതുവേദിയിൽ പ്രതികരിക്കാൻ ജമാലിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മളിതിൽ നമ്പർ കാണിക്കുന്നുണ്ടല്ലോ ജമാലിനെ വിളിക്കാം. ജമാൽ ഈ വാട്സപ്പിൽ അയക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ വായിക്കുന്നുണ്ട്. പിന്നെന്താണ് പ്രശ്നം? അപ്പോൾ നല്ലൊരു അഭിപ്രായമാണ്, കേരളത്തിൽ സതീശൻ പറഞ്ഞത് നല്ലൊരു അഭിപ്രായമാണ് എന്നുകൂടി ജമാൽ പറയുന്നുണ്ട്. ഇപ്പോൾ സുനിൽകുമാർ എനിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നുണ്ട്. ജയകുമാർ ഇവിടെ എന്ത് വർഗീയ കലാപം ഉണ്ടായാലും ഇടതുപക്ഷമാണ് അതിന് ഉത്തരവാദികൾ എന്ന ആക്ഷേപം മുന്നോട്ട് വയ്ക്കുന്നു. മാഹി കിള്ളിപ്പാലത്ത് നിന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ, നമുക്കിന്ന് ലേശം തിരക്കുള്ള ദിവസമാണ്. ശ്രീ മാഹി, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഒരു കാര്യമുണ്ട്. 82-ൽ ഈ RSSകാർ ചാല തീ വെച്ചപ്പം ഒരു കോൺഗ്രസ് ഇല്ലായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ നിന്ന് ഓരോ മുസ്ലിങ്ങളെ വീട്ടിലും ഓരോ ആളുകളും കാവലിരുന്ന് ഈ RSS നേരിടുന്നത്. ചാല അറിയായിരിക്കുക ആ തീവെപ്പ് കേസ്. അന്ന് ഒരു കോൺഗ്രസ് കോൺഗ്രസ് പറയുന്ന രാജ്യമെമ്പാടും കലാപങ്ങൾ നടക്കുമ്പോഴൊക്കെ അവരാണ് ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത്. സംശയമില്ല, ഞങ്ങൾ എന്നെ നേരിട്ടത് ഒരു കോൺഗ്രസ് അവിടെ ഇല്ല. സന്തോഷ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. സന്തോഷ്, ഇവിടെ പല കാര്യങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിക്കുകയാണ്. കാശ്മീരിലുണ്ടായ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് എന്തിനായിരുന്നു? സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തകർത്തു. അതുപോലെ രാജ്യവ്യാപകമായി മുസ്ലിം വിഭാഗങ്ങൾ വേട്ടയാടപ്പെടുന്നു. ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നത് ഇടതുപക്ഷമാണ്. ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി പറയുകയാണ്. അവിടെയാണ് VD സതീശൻ പറയുന്നത് അങ്ങക്ക് ഒരു ആത്മാർത്ഥതയില്ല എന്ന്. ഇതിൽ ആരുടെ പക്ഷത്താണ് സന്തോഷ്? ഞാൻ സതീശന്റെ പക്ഷത്താണ്. ആണോ? കാരണം ഈ കാശ്മീരിൽ നടക്കുന്നതും അവിടെ ഉത്തർപ്രദേശിൽ നടക്കുന്നതും പറയാതെ സ്വന്തം സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ ആദ്യം തീരുമാനിക്കണ്ടേ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയതയ്ക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് ഈ പിണറായി പറഞ്ഞിട്ടുണ്ടോ, എതിര് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ല എന്നെങ്കിൽ തള്ളിപ്പറയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് VD സതീശൻ ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റോട്ടെ, വോട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട, പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കണം, വാക്ക് മാറ്റരുത് എന്നൊക്കെ പറയുന്നത് ഈ വെള്ളാപ്പള്ളി കാലിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ടാണ്.
ഇവരെ ഒരു ജനങ്ങളുടെ പണം കൊണ്ട് ജീവിതം നയിക്കുന്നവരെ അവരുടെ ബന്ധുക്കളെയോ ഇല്ലെങ്കിൽ കൂട്ടുകാരെ പോലും ആ വണ്ടിയിൽ കയറ്റാൻ പാടില്ല. അത് നിയമമാണ്. സ്വജനപക്ഷപാതം കാണിക്കാൻ പാടില്ല, അത് നിയമമാണ്. പക്ഷേ ഈ വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, നിങ്ങളെ മാധ്യമ പ്രവർത്തകരെ തന്നെ പറഞ്ഞല്ലോ, ഒരു മുസ്ലിം കണ്ടപ്പോ അവൻ തീവ്രവാദിയാന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞോ? മുഖ്യമന്ത്രി തള്ളി പറഞ്ഞോ? ഇല്ലല്ലോ. വെള്ളാപ്പള്ളിയെ ഒന്ന് വിമർശിച്ചോ? ഇല്ലല്ലോ. അപ്പൊ അത് വ്യക്തമാണ്. അപ്പൊ സന്തോഷിന്റെ അഭിപ്രായം കൃത്യമാണ്. കൂടുതൽ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് എനിക്ക് അധികം സമയം തരാൻ കഴിയാത്തത്. ശ്രീ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേർന്നു. ശ്രീ ചന്ദ്രൻ നായർ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്തേ. രാഷ്ട്രീയക്കാരിൽ എല്ലാവർക്കും മതേതരത്വം ഉണ്ട്. അവര് പൊതുവേദിയിൽ വരുമ്പോൾ മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാറുള്ളത്. അതല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെയാണ് അവരെ എല്ലാ പ്രവർത്തനങ്ങളും. അങ്ങനെ തന്നെയാണ് സാർ എൻ്റെ അനുഭവത്തിൽ. അതെ, ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സതി ബാബുരാജ് എന്നോടൊപ്പം ചേരുകയാണ്. അപ്പോൾ സതി ബാബുരാജ്, നമസ്കാരം. മനു, ദോസ് പാർട്ടീസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് എന്ന് പറയുന്നു. സുഖമാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ സതി ബാബുരാജിൻ്റെ നാളെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 1-ാം വാർഷികമൊക്കെ അവരുടെ ഒരു സ്ഥാപനം ആഘോഷിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് ഞാനും വിചാരിക്കുന്നത്. വർഗീയതയുടെ വിഷം വിളമ്പുന്ന സംഘപരിവാറാണെന്ന് ജമാൽ പറയുന്നു. ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറയുന്നു. ക്രിസ് എന്നോട് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് BJP അല്ലെങ്കിൽ LDF ഉള്ളൂ എന്നാണ് ക്രിസ് പറയുന്നത്. ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഓർത്തഡോക്സും യാക്കോബായ സഭയും ഒരുമിക്കാൻ ശ്രമിച്ചിട്ടില്ല. മാറാട് കലാപം വേറെ എന്ന് പറയുന്നു. വേടൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഒരിടത്ത് അയ്യപ്പൻ്റെ സ്വർണം, ഒരിടത്ത് രാഹുലിൻ്റെ പെണ്ണുകേസ്, കേരളത്തിന് ഇനി ആര് നോക്കും എന്നൊക്കെ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നു. അപ്പോൾ രണ്ടുപേരെയും നിശ്ചിതമായി വിമർശിക്കുകയാണ്. അപ്പോൾ ജമാൽ എന്നോട് പറയുന്നത് കേരളത്തിൽ സംഘപരിവാറിൻ്റെ ആശയം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ പോലുള്ളവരെ ഒഴിവാക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് പറയുന്നു. സുനിൽ പറയുന്നു BJPക്ക് മാത്രം വർഗീയത, ബാക്കി മതമാണ് എന്ന് പറഞ്ഞവരും അവരും മലരും വിൽക്കുന്നവരും ഒക്കെ മതേതരത്വം, ഇത് അടിപൊളിയാണല്ലോ എന്ന് പറയുന്നു. അരുന്ധതി എന്നോട് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അരുന്ധതി കോലംപറമ്പൻ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. മഹേഷ് ചേർന്നിട്ടുണ്ട്. പിണറായി വിജയൻ മതേതര നിലപാട് കേട്ടാൽ കേരളത്തിലെ ജനം പൊട്ടിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ രാജേന്ദ്രൻ പിള്ളൈ എന്നോടൊപ്പം ചേരുന്നു, കൊല്ലത്തു നിന്നാണ്. ശ്രീ രാജേന്ദ്രൻ പിള്ളൈ, നമസ്കാരം. ശ്രീ രാജേന്ദ്രൻ പിള്ളൈ, ഇന്നലത്തെ ഈ വാക്തർക്കം കേട്ടപ്പോൾ അവിടുന്ന് എന്താണ് മനസ്സിലാക്കിയത്? ശ്രീ രാജേന്ദ്രൻ പിള്ളൈ, ഇവർ രണ്ടു കൂട്ടരും കൂടെ ആ ഒരു വേദിയിൽ പോയി അവിടെ പോയി ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. ഇത് ഒരു മനുഷ്യൻ തങ്ങളുടെ വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടി അത് ഉപകരിക്കത്തുള്ളൂ. അത് ശരി. അപ്പോൾ അത് വേണ്ടിയിരുന്നില്ലെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ. മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഈ തർക്കമൊക്കെ കേട്ടിരുന്നോ? ശ്രീ മുഹമ്മദ് മഞ്ചേരി, നമസ്കാരം. മനു സാറേ, നമസ്കാരം. ഈ വർഗീയതയെ നേരിടാന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ഇവിടെ ആരല്ലത്? അപ്പൊ രാജ്യത്തുടനീളം കോൺഗ്രസ്സുകാർ പറയുന്ന അവര് മാത്രമേ ഉള്ളെന്ന് നിങ്ങൾ പറയുന്നത്? അവര് മാത്രമേ പറയുള്ളൂ. വെച്ചാൽ അവരിപ്പോ ഒപ്പം നിൽക്കണ മറ്റേ ഈ തരൂരുണ്ടല്ലോ അവിടെ, വേറെല്ലോലുണ്ടല്ലോ അവിടെ, ഓലൊക്കെ ഒരു കാലം ഇപ്പുറത്തും ഒരു കാലം അപ്പുറത്തും ഉള്ള നിൽക്കണേ. അത് ആലോചിച്ച് നോക്കി. അയാളെ വേറെ രണ്ടാളും കൂടെ ചേർന്നും ചെയ്തിരിക്കണേ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ രാധാകൃഷ്ണൻ ചാത്തന്നൂർ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകൾ. അതായത് ഈ ചോദ്യം തന്നെ ഈ കേരളത്തിലെ മലയാളികൾക്ക് വ്യക്തമായിട്ട് വളരെ നാളുകളായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ സാധാരണ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പറയാറുണ്ട്. കാരണം ഇന്ത്യയിലെ BJPയുടെ തീവ്ര ഹിന്ദുത്വമെങ്കിൽ കോൺഗ്രസ് മൃദു ഹിന്ദുത്വമാണ്. നമ്മൾ കുറച്ചുകൂടെ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ BJP ഞെക്കിക്കൊല്ലുമെങ്കിൽ ഈ കോൺഗ്രസ് നക്കിക്കൊല്ലും. അങ്ങനെയുള്ള ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പല്ലവി ഇപ്പൊ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ മൃദു ഹിന്ദുത്വമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. പതിറ്റാണ്ടുകളായിട്ട് നമുക്ക് രാഷ്ട്രീയം താങ്കൾക്ക് അറിയുമല്ലോ. ഒരു ഇലക്ഷൻ ആയാലും മറ്റെന്തെങ്കിലും കാര്യം വരുമ്പോൾ സഭാ മേലധ്യക്ഷന്മാരുടെയും അതുപോലെ തന്നെ ഹിന്ദു സഭാ മേലധ്യക്ഷന്മാരെയൊക്കെ പോയി കണ്ട് അവരുടെ മതസമ്മേളനങ്ങളിൽ ഞാൻ പറയാം. അപ്പൊ ഞാനൊരു കരയോഗം സെക്രട്ടറിയായിട്ടൊക്കെ പണ്ടിരുന്ന ആളാണ്. അപ്പൊ ചങ്ങനാശ്ശേരിയിലെ പരിപാടിയിൽ സമീപകാലം വരെ കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു നമ്മൾ ചെന്ന് കഴിഞ്ഞ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ മതനേതാക്കളെ സ്വാധീനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ പിന്നാമ്പുറത്ത് പോയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. പിന്നെ പിണറായിയുടെ വിഷയം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ഇപ്പോഴത്തെ പ്രത്യേക രീതിയിൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈഴവ വിഭാഗത്തിന് കുറച്ച് പല കാര്യങ്ങളിലും നിരാശയുണ്ട്.
അപ്പൊ അവർക്ക് ഒരു പ്രത്യേകിച്ച് വിഷമം തോന്നാതിരിക്കാൻ വെള്ളാപ്പള്ളിയോട് അനുഭാവം കാണിച്ച മുഖ്യമന്ത്രി ഒരു യഥാർത്ഥ രാഷ്ട്രീയ നേതാവ് കാണിച്ചതുകൊണ്ടാണ്, ഒരു രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയോട് കുറച്ച് അനുഭാവം കാണിച്ചത് എന്ന് കരുതി അതിവർഗീയതയോ ജാതീയതയോ മുഖ്യമന്ത്രി ഒരിക്കലും അല്ലെങ്കിൽ ഇടതുപക്ഷം പ്രീണിപ്പിച്ചിട്ടില്ല. ഇത് സുകുമാരൻ നായർ വന്നാലും പിന്നെ വഴി വെച്ച് കണ്ടാൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് കണ്ടാൽ പിണറായി വിജയൻ കയറ്റും, സഭാമേൽ മെത്രാന്മാർ വന്നാലും പിണറായി കയറ്റും, വണ്ടിയിൽ കയറ്റും. അപ്പൊ എങ്കിലും ഞങ്ങളെ പാർട്ടി CPI വിമർശിക്കുകയും ബിനോയ് വിശ്വക്ക് വിമർശിക്കുകയും ചെയ്തു. അത് പിന്നത്തെ കാര്യം, അതൊക്കെ മറ്റൊരു ചർച്ചയിൽ വരേണ്ടതാണ്. ഇവിടെ എക്കാലത്തും എല്ലാവരെയും ഒരുപോലെ കാണുവാൻ ഇടതുപക്ഷ പാർട്ടികൾക്ക് കഴിയൂ. പക്ഷെ ചില ഇപ്പൊ വെള്ളാപ്പള്ളിയോടൊക്കെ ഉള്ളവരോട് പോലെ ചിലരോട് ഇച്ചിരി അനുഭാവത്തിൽ പ്രവർത്തിക്കേണ്ടി വരും ഇടതുപക്ഷത്തിൽ. ഇപ്പൊ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയോ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയോ. ബിനോയ് വിശ്വ അങ്ങയുടെ നേതാവ് പറഞ്ഞത് ഞാൻ കാർ കയറ്റില്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. അല്ല, ഓക്കെ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരാളെ വണ്ടി കയറ്റി ഒരു പ്രത്യേക ഞാൻ അതിലോട്ട് അതാണ് ഞാൻ പറയുന്നത്. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ അല്ലെങ്കിൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഉള്ള മതേതരത്വം നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടി ആവുമ്പോൾ ചിലപ്പോൾ മതമേലധ്യക്ഷന്മാരോടൊക്കെ സഹകരിക്കേണ്ടി വരും, സ്വാഭാവികമല്ലേ അത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും വർഗീയ സ്ഥാപിത താല്പര്യങ്ങൾക്ക് ഒരു കാലത്തും പോയിട്ടില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അപ്പൊ വ്യക്തമാണ്, ഇന്ന് സമയക്കുറവുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ആളുകൾ ഇങ്ങനെ കൂടുതൽ പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഞാൻ സമയം കുറച്ച് എടുക്കുന്നത്. അപ്പൊ എന്നോട് സതി ബാബുരാജ് ഞാൻ ഫസ്റ്റ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു, ഫസ്റ്റ് അല്ല 20th ആനിവേഴ്സറിയാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ഭയങ്കര നേട്ടമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ആനിവേഴ്സറി എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവരുടെ ബാലസദൻ്റെ 20ാം വാർഷികമാണ്. അപ്പോൾ നല്ലൊരു പ്രവർത്തനമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. നാളെ അതിൻ്റെ പരിപാടിയാണ്, അപ്പോൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നോട് അരുന്ധതി എന്നോടൊപ്പം ചേർന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, ചേർന്നുണ്ട്. അപ്പോൾ ജയകുമാർ എന്നോട് ചോദിക്കുന്നു, ഈ ചാലക്കമ്പോളം തീയിട്ടു എന്ന് മഹി പറയുന്നത് ഇത് സിനിമയിൽ കണ്ടിട്ടായിരിക്കും. RSS ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ചാല കാണില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സതി ബാബുരാജ് പിന്നെ ആനിവേഴ്സറിയുടെ കാര്യം പറയുന്നുണ്ട്. ജമാലുണ്ട്. VC തോമസ് ചെന്നിത്തല ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാനും വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റും എന്നാണ്. അതാണ് മാന്യത. ആ മാന്യത സതീഷിനില്ല എന്നുള്ളതാണ്. അപ്പോൾ VC തോമസ് ഒരു കാര്യം കൂടി അപ്പോൾ പറയേണ്ടി വരും, ആ മാന്യത ബിനോയ് വിശ്വത്തിനും ഇല്ല എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് VC തോമസ് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും സുനിൽ പറയുന്നു, ഇന്നലെ ഏത് വേദിയിലാണ് ഇത് ഉണ്ടായത് എന്ന് ആലോചിച്ചാൽ മതി, അപ്പോൾ ചിരിച്ചു പോകുമെന്ന്. ഓക്കെ, രഘുനന്ദനൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ തിരുമുല്ല വാരത്തിന് എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷം എപ്പോഴും വോട്ട് നേടാനുള്ള തന്ത്രത്തിൻ്റെ അഭിപ്രായമാണ് പറയാറുള്ളത്, അല്ലാതെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും അവർക്ക് ഉണ്ടാകില്ലെന്ന് രഘുനന്ദനൻ പറയുന്നു. അപ്പോൾ അങ്ങനെ മനുസാർ, ഇന്നലെ CPM-ൻ്റെ ഒരു ചെയർപേഴ്സൺ 11 ഗ്രാം സ്വർണം കട്ടു, ഹരിതകർമ്മസേന ഏൽപ്പിച്ച സ്വർണം ഇവർ സ്വർണം കണ്ടാൽ അടിച്ചു മാറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നുണ്ട്, ഷാജിയും ഉണ്ട്. അപ്പോൾ ആദ്യം ബാലകൃഷ്ണൻ വടകരയിലേക്ക് പോയിട്ട് ഞാൻ ഷാജിയിലേക്ക് വരാം. ശ്രീ ബാലകൃഷ്ണൻ വടകര. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതാണോ വിഷയം? അല്ല, അങ്ങ് ഇതൊന്നും ശ്രദ്ധിക്കുക, ഇന്നലെ നടന്ന തർക്കമാണ്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഷാജി കൊല്ലത്ത് നിന്നോടൊപ്പം ചേരുന്നു. ഷാജി. നമസ്കാരം. പിന്നെ എന്തായാലും കറണ്ടൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? അത് വലിയ ഷാജി, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചാൽ അതിപ്പോ വലിയ തർക്ക വിഷയമായി മാറി. ഏതായാലും അത് എല്ലാവരും പരിശോധിക്കുന്നതല്ല. അത് ഇടതുപക്ഷത്തിന്റെ ഒരു വിജയമാണ്. കറണ്ട് കൂടാതെ പ്രസരണം നഷ്ടം കൂടാതെ കാര്യങ്ങൾ നടത്താൻ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും പിന്നെ പിണറായി വിജയനെയും ശ്രീമാൻ പിന്നെ പ്രതിപക്ഷ നേതാവ് സതീശിനെയൊക്കെ ഇങ്ങനെ തുലനം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ? അല്ല, അവരെന്നലെ ഒരു വേദിയിൽ ഒരേപോലെ വിളിച്ചിരിക്കാൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. അതെ, അവരവരുടെ നിലപാട് പറഞ്ഞു. എങ്കിൽ തന്നെ ആ ഒരു ചങ്കൂറ്റം ഞാൻ പിന്നെ എന്റെ പിന്നെ കാറിനകത്ത് കയറ്റും എന്ന് പറഞ്ഞപ്പം അത് പറയാനുള്ള അവിടെ ചെന്നിത്തല പറഞ്ഞപ്പോ അത് കണ്ണിക്കാനുള്ള ചങ്കൂറ്റം ഇല്ലാതെ പോയത് എന്തേ? അവിടെയാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പാർട്ടിയുടെ നിലപാടല്ല. അന്നേരം തരാതെ അദ്ദേഹമാണ് മറ്റേ അവിടെ പടത്തിന്റെ മേളിൽ കാറിൽ കയറ്റുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇതുപോലെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ അനുവദിക്കരുത്, അതിനെ തള്ളിപ്പറയണം, അതാണ് പറഞ്ഞത്. അതെ, അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ ബിനോയ് വിശ്വമാണ് അങ്ങയുടെ തന്നെ അല്ല, അങ്ങനെ അത് പറയുന്നത് അതാണ് പിന്നെ വലിയ ഇതായിട്ട് പറയുന്നതെങ്കിൽ അവിടെയൊക്കെ പറയേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെ അവിടെ പോയി അദ്ദേഹത്തെ സ്തുതിഗീതം പാടിയതല്ല. നിങ്ങളുടെ പിന്നെ അദ്ദേഹത്തിന്റെ സപ്തപതി നവമി ആഘോഷവും കണ്ടാണെന്ന് തോന്നുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി അവിടെ പോയിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇതിന്റെ ഉത്തുംഗതങ്ങളിൽ ഇരിക്കുന്നവരുടെ വാക്കുകൾ പലപ്പോഴും വിഷലിപ്തമാകുന്നുണ്ട്, അത് ഒഴിവാക്കണമെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. അല്ല അവിടെ പോയി മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖമെന്നൊന്നും അല്ല പറഞ്ഞത്. പറയേണ്ട കാര്യങ്ങൾ
പറഞ്ഞിട്ട് തന്നെ പോയത് ഒരു കേരള സമൂഹത്തില് ഒരു പിന്നെ ഒരു വളരെ മുൻപന്തിയിൽ എല്ലാ തരത്തിലും ആളായാലും അർത്ഥത്തായാലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമുദായത്തിന്റെ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ ഒരു പൊതു ഫംഗ്ഷന് അവരുടെ പൊതു ഫംഗ്ഷന് വിളിക്കുമ്പോൾ പോകേണ്ടത് മുഖ്യമന്ത്രിയുടെ കടമയാണ് ഒരു ജനാധിപത്യ സമൂഹത്തില്. അപ്പോ അത് പിന്നെ ആർക്കാണ് കൂടുതൽ മതേതരത്വം എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന് തന്നെ മതേതരത്വം ആത്മാർത്ഥ ഉള്ളത്. ഏത് വിഷയം എടുത്താലും അവിടെ പിന്നെ കലർപ്പ് കലർത്തതൊന്നുമില്ല. അതാണ് ഈ ഇതുവരെ സതീശന്റെ ഒരു ആക്ഷേപം വോട്ടിന് വേണ്ടി നിൽക്കുന്നു. സിനാഡിൽ പോയത് ഇപ്പോഴ് അത് പറയട്ടെ. അല്ലെങ്കിൽ ഇദ്ദേഹം ഇത് പറയുന്നതാണെങ്കിൽ പിന്നെ ചെന്നിത്തല പറഞ്ഞതിന് മറുപടി പറയട്ടെ. അപ്പൊ അവിടെയാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. ഇതൊക്കെ നാടകങ്ങളാണ്. ഇലക്ഷൻ ആകുമ്പോഴത്തെ പല പല നാടകങ്ങളും എല്ലായിടവും തലയും കൊണ്ടിട്ട് പോകുന്നുണ്ട്, എന്നിട്ട് മാറിയെന്ന് വർത്താനം പറയുന്നുണ്ട്. പിന്നെ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഈ കായംകുളത്തെ സംഭവമാണ് ഇപ്പോൾ പലരും എനിക്ക് മെസ്സേജായിട്ട് അയക്കുന്നത്. വനിതാ സഖാവിൻ്റെ കാര്യവും 1.5 പവൻ്റെ കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രീ വിജയൻ കൊല്ലത്തുനിന്നാണ്. ശ്രീ വിജയൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്തേ സാറേ. നമസ്തേ. നമസ്കാരം. അല്ല, എനിക്ക് പറയാനുള്ളത് ഇവര് ഈ രണ്ട് കക്ഷികളും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് മേടിക്കുന്ന കക്ഷികളാണ്. ഇവിടുത്തെ ശരിയായ മതേതരത്വ പാർട്ടി എന്ന് പറയുന്നത് BJP, RSS, സംഘപരിവാർ. അത് ശരി, അവരാണ് മതേതരത്വം. അതെ. അത് ശരി. അപ്പൊ മറ്റുള്ളവർ പ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? രണ്ട് കൂട്ടരും സാറിന് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. സാറ് അതങ്ങനെ പറയത്തില്ലായിരിക്കും എന്താ എനിക്കറിയത്തില്ല. ഒരു മാധ്യമങ്ങളും അത് പറയത്തില്ല. ഞാനിത് 10-20 വയസ്സുള്ള ഒരാളാ. അല്ല, എനിക്കത് മനസ്സിലായെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഇന്നിപ്പം എത്ര പേര് പറഞ്ഞ് സംഘപരിവാറാണ്. ഇവിടെ ഞാനൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു മതവിദ്വേഷങ്ങളും ഇവിടെ പറയുന്നില്ല. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം സാറേ. ശരി. ഓക്കെ, ശ്രീ പ്രസന്നൻ മാളയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രസന്നൻ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ നാട്ടില് തരാതരം പോലെ ഈ സൗകര്യം അനുസരിച്ച് ഓരോ ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ പാർട്ടി എന്നല്ല ഉദ്ദേശിച്ചത്. ബിഷപ്പിനെ കാണാൻ പോകുന്നുണ്ട്, തങ്ങൾമാരെ കാണാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നത് അവരങ്ങോട്ട് നന്നായിക്കോട്ടെ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. എന്റെ അഭിപ്രായത്തില് അവരുടെ സഹായവും സപ്പോർട്ടും കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ മൈക്ക് കെട്ടിപ്പോ പറയുമ്പോ മതേതരൊക്കെ പറയും. വീടാന്തരം വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ നല്ല പോലെ വർഗീയത പറഞ്ഞിട്ട് എല്ലാ പാർട്ടികളും വോട്ട് മേടിക്കുന്നത്. ശരി, അപ്പൊ വ്യക്തമാണ്. അപ്പൊ താങ്കളുടെ അഭിപ്രായം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. രവീന്ദ്രൻ, ഈ വേദികളിൽ മാത്രമേ മതേതരത്വമുള്ളൂ, വീടാന്തരം എത്തുമ്പോൾ വർഗീയതയാണോ പ്രചരണ രംഗത്ത് പറയുന്നത്? എന്റെ മനു, ഇവർ രണ്ടു കൂട്ടരും നെറ്റിയാൽ എഴുതി ഒട്ടിക്കണം മതേതരത്വം. ഇവര് കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുക. തലേ തുണിയിട്ട് ബിഷപ്പിന്റെ അവിടെ പോവും, NSSന്റെ അവിടെ പോവും, ജമാഅത്തിന്റെ അടുത്തൊക്കെ തല തുണിയിട്ട് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളുടെ നേതാവായ വെള്ളാപ്പള്ളിയെ കൂട്ടം കൂടിയിട്ട് ആക്രമിക്കുന്നുണ്ടോ? അതിന് ഞങ്ങൾ തിരിച്ചടി കൊടുത്തിരിക്കും. ഈ വരുന്ന ഇലക്ഷനിൽ നിങ്ങൾ കണ്ടോണം. ഈ ഇസ്ലാം തീവ്രവാദികളുടെ വാക്കും കേട്ടിട്ടുണ്ടല്ലോ, ഞങ്ങളെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിനുള്ള തിരിച്ചടി ഈ വരുന്ന ഇലക്ഷൻ ഞങ്ങൾ പല സ്ഥലത്തും ഞങ്ങൾ കൊടുത്തിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റം. ഞങ്ങളുടെ വെള്ളാപ്പള്ളി ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് കുറയും. ശരി, അപ്പോൾ വ്യക്തമാണ് സാറേ പറയുന്നതെങ്കിൽ എല്ലാം തിരുത്തി പറയേണ്ടി വരും. ഷാജിയോട് പറയുകയാണെങ്കിൽ എല്ലാം തിരുത്തി പറയേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ജയകുമാറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഷാജിയുടെ പ്രതികരണം. അപ്പോൾ ഷീല പ്രസാദ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഷീല പ്രസാദിനും എൻ്റെ ആശംസകൾ. അപ്പോൾ ഷീല പ്രസാദ് 1506 എന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പോൾ ജൂൺ 15 ജനിച്ചിട്ടുണ്ടാവുക. അതായിരിക്കും ഈ 1506 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്രിസ് എന്നോട് പറയുന്നത് മതേതര കോൺഗ്രസ് മലപ്പുറം വിഭജിച്ച് കൊടുക്കും, അവർക്ക് ഒരു മതത്തോട് മാത്രമേ മതേതരത്വം ഉള്ളൂ എന്നാണ് പറയുന്നത്. നിഷാദ് എന്തോ എനിക്ക് കൂക്കുന്നുണ്ട്. ഓക്കെ, കൂക്കിക്കോളൂ. വിജയൻ പരിഹസിക്കുന്നു, അതായത് ഷിജു കുര്യത്ത്. റഷീദ് മുഹമ്മദ് പറയുന്നു വല്ല കോമഡിക്ക് അവാർഡ് ഉണ്ടെങ്കിൽ അത് ചേട്ടന് കൊടുക്കണമെന്ന്. ഏത് ചേട്ടൻ അത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ജയകുമാർ നെതിരെ ഷാജി ഭാസ്കർ എന്തോ പറയുന്നുണ്ട്. ചൊറിയാൻ തീരുമാനിച്ചു ജയകുമാർ. നമ്മൾ ഒരു എല്ലാവരും ഒരു ഐക്യത്തോടു കൂടി ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. മഹേഷ് എന്നോട് പറയുന്നു, മനു ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമാണ് ഏഴുകോൺ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ മകീരം തിരുനാൾ
മഹോത്സവം ജനുവരി 28-29 ഒരാശംസ പറയണമെന്ന് ഒന്നല്ല ഒരു 100 ആശംസ മഹേഷ് പാറക്കലിനും അവിടുത്തെ സുഹൃത്തുക്കൾക്കും അതുപോലെ ആ പ്രദേശത്തുള്ള എഴുകോൺ പ്രദേശത്ത് ഈ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിന് സമീപത്തുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അങ്ങേയറ്റത്തെ ആശംസകൾ. അതുപോലെ അവരുടെ ഉത്സവം ഒരു വൻ വിജയമാകട്ടെ, അവിടെ ഐക്യത്തോടുകൂടി ആളുകൾക്ക് സന്തോഷത്തോടുകൂടി ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് പൊതുവേദിയുടെ ഭാഗമായി ഞാൻ ആശംസിക്കുകയാണ്. മഹേഷ് പാറക്കൽ. അപ്പോൾ മഹേഷും അവിടെ ചെന്ന് ആനയും ഇതൊക്കെ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ പലയിടത്തും ആനകളുടെ വാർത്ത കേൾക്കുന്നതുകൊണ്ടാണ്. ആനയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ആളുകളൊന്ന് കുറച്ച് മാറി നിൽക്കണം. ആനയെ അനാവശ്യമായി ചെന്ന് പ്രകോപിപ്പിക്കരുതെന്നാണ് ആളുകളോട് പറയണം മഹേഷ്. ഓക്കെ. അപ്പോൾ ക്രിസ് എന്നോടൊപ്പം പറയുന്നത് വിജയൻ കൊല്ലം പറഞ്ഞത് ശരിയാണ്, ഇന്ത്യയിലെ ഏക സെക്യുലർ പാർട്ടി BJP ആണെന്ന് പറയുന്നത്. ജെയ്സൺ പാലിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ജെയ്സൺ. ഹലോ സർ. നമസ്കാരം. നമസ്കാരം. ഇതില് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എന്നാൽ ഈ മതേതരത്വത്തിന്റെ കാര്യത്തിൽ ആർക്കാണ് ആത്മാർത്ഥത എന്ന് ചോദിച്ചാല് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയാണ്. പക്ഷെ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതലാളിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും ന്യൂനപക്ഷ പ്രീണനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഭൂരിപക്ഷ പ്രീണനത്തിലാണെങ്കിലും അവരും മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അങ്ങ് കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ പറയുന്നത് മതേതരത്വം കൂടുതൽ LDF-നാണെന്നാണ് പറയുന്നത്. അതെ, ആ കമ്മ്യൂണിസത്തിൽ തന്നെ മതേതരത്വം ഉണ്ട്. സ്ത്രീ പ്രവേശന വിഷയത്തിൽ പോലും കറക്റ്റായ നിലപാട് എടുത്തിരുന്ന അവർക്ക് കിട്ടിയ തിരിച്ചടിയും മൂലം പിന്നോട്ട് പോയേ ഉള്ളൂ. ശരി, ഓക്കെ. അപ്പോൾ വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ രജി തിരുപ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. രജി, തിരുപ്പൂര് എങ്ങനെയുണ്ട്? കാലാവസ്ഥയൊക്കെ സുഖമായിട്ട് പോകുന്നോ? സുഖമായിട്ട് പോകുന്നു. അവിടെ നമ്മുടെ മലയാളികളൊക്കെ എന്താ പറയുന്നത് രജി? അവരെയൊക്കെ അവിടെ ഉണ്ടോ? ധാരാളം മലയാളികൾ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, ധാരാളം മലയാളികളുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് വരാറുണ്ട്. ഇടയ്ക്ക് ഈ അമ്പലങ്ങളിലൊക്കെ വരുമെന്നോ മറ്റോ ഒന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലേ? അല്ലല്ല, ഞാനവിടെ ഇടയ്ക്ക് വരും, വീട്ടിലൊക്കെ ഒന്ന് വന്നിട്ട് പോകും. അത് ശരി. അപ്പോൾ ഈ തർക്കമൊക്കെ അവിടെ മലയാളികൾ ചർച്ച ചെയ്യുന്നുണ്ടോ, പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള? തീർച്ചയായും. അപ്പോൾ ആർക്കാണത് കൂടുതൽ ഗുണകരമായിട്ട് വരുന്നതെന്നാണ് തോന്നുന്നത്? ഞാൻ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാളാണ്. അതില് വന്നിട്ട് സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾക്കൊക്കെ മുന്നിട്ട് വന്നിറങ്ങുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അവിടെ ശ്രീ രജി, നമ്മുടെ തമിഴ്നാട്ടിലും കേരളത്തിലെ പോലെ ഇലക്ഷനൊക്കെ വരികയാണ്. അപ്പോൾ അതിന്റെ ചൂടൊക്കെ അവിടെ തുടങ്ങിയോ? ഇവിടെ അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് വരുന്നു. നമ്മുടെ നടൻ വിജയുടെ അവസ്ഥ എന്താവും തെരഞ്ഞെടുപ്പിൽ? രജി, അവിടെ വോട്ടൊക്കെ കിട്ടുമോ തിരുപ്പൂരൊക്കെ? ആൾക്കൂട്ടം ഉണ്ട്, പക്ഷെ അത് വോട്ടായി മാറുമോ എന്ന് കണ്ടറിയണം. അപ്പോൾ അവിടെ രജി DMK-യുടെ ആളാണോ അതോ ADMK-യുടെയോ? ഞങ്ങള് വോട്ട് ഇവിടെ ആണ്, എങ്കിലും ഒരു പ്രത്യേകമായിട്ടൊരു രാഷ്ട്രീയമൊന്നുമില്ല. ആരാ നല്ല സ്ഥാനാർത്ഥി അവർക്ക് വോട്ട് ചെയ്യും അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം ഓക്കെ, താങ്ക് യു രജി. അപ്പോൾ ഏതായാലും അഭിപ്രായം പങ്കുവച്ചതിന് തിരുപ്പൂരിൽ നിന്ന് വിളിച്ചതിന് സന്തോഷം. പ്രകാശൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. പ്രകാശൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സാറേ, ഇതല്ല ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേ മതേതരത്താണ്. മതത്തെ തരം പോലെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ വോട്ടെണ്ണി കഴിഞ്ഞാൽ പിന്നെ മതേതരത്വം ഇല്ല, ഒന്നുമില്ല. അതല്ല, മതത്തെ തരം പോലെ ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ അല്ലേ? ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ഡേവിഡ് വിജയ്, ഇപ്പോൾ മുഖ്യമന്ത്രി വലിയ ഒരു അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. പലയിടത്ത് കലാപങ്ങളുണ്ടായി. ആ കലാപങ്ങളൊക്കെ മുഖ്യമന്ത്രി എണ്ണി പറയുന്നുണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തുണ്ടായ കലാപങ്ങളെക്കുറിച്ച് ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അവിടെ എവിടെ കലാപമുണ്ട്? അത് വടക്കേ ഇന്ത്യയിലൊക്കെ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും യാതൊരു പ്രശ്നമില്ല. മുസ്ലിം മെജോറിറ്റി ഏരിയാസിലൊക്കെ കംപ്ലീറ്റ് BJPക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പലരും പറഞ്ഞു ശരിയായ ഒരു സെക്യുലർ പാർട്ടി ഇപ്പൊ BJP മാത്രമേ ഉള്ളൂ എന്നുള്ള മട്ടിലാണ് പോക്ക്. കാരണം ഒരാൾ ചോദിക്കുക എന്തിനാ വേറൊരു വ്യക്തിയെ കാറിൽ കയറ്റിയതെന്ന്, അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ് വേറൊരു യുവജന നേതാവ് എന്ന് ഷൗട്ട് ചെയ്തു. എന്താണ്? മതമാണ് പ്രശ്നം. ഇത്തവണ അയാൾക്ക് സീറ്റ് കൊടുക്കരുതെന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പ് സതീശനുണ്ടോ? രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രീണനം കുറച്ച് കൂടുതലാണ്. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നത് ഈ ചേട്ടന്മാരുണ്ടല്ലോ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സെൻട്രൽ ട്രാവൻകൂറിൽ പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാരെ തിരിപ്പിച്ചിരിക്കുന്നത്, അയ്യോടാ അവര് വന്നു കഴിഞ്ഞാൽ നിരീശ്വരവാദികളാ, നിങ്ങളുടെ പള്ളിയൊക്കെ തറക്കും എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവരൊക്കെ പറ്റിച്ചിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര ഇതാക്കിയത്. ഇപ്പൊ ഒറീസയിലെ കട്ടാക്കിലെ പാസ്റ്റർമാർക്കും ഓർക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒറീസ ഓഫീസില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഡിറ്റോറിയത്തിൽ അവർ മീറ്റിംഗ് പേടിച്ചിട്ട് നടത്തുന്നത്. അതുകൊണ്ട് വർത്തമാനം ഒന്നും പറഞ്ഞ ഇവിടുത്തെ പ്രശ്നം അതാ. ഇപ്പം എറണാകുളത്തെ കോർപ്പറേഷൻ ഇലക്ഷൻ കണ്ടില്ല, വല്ല ആവശ്യമുണ്ട് ഈ സമുദായത്തിന് പോയിട്ട് ഇടപെടേണ്ടത്? എന്നിട്ട് ആ മേയർ ഞാനടങ്ങുന്ന ഒരു പ്രത്യേക സമുദായത്തിന് നന്ദി പറഞ്ഞിരിക്കുന്നു. അതെ, ഈ സമുദായത്തിന് കോൺഗ്രസ് കയറിയിട്ട് അങ്ങോട്ട് ഇവിടെ എന്തോ ഒലക്കെയാ ഉണ്ടാക്കിയത് ഞാനിവിടെ എനിക്കറിഞ്ഞുകൂടെ? ഇതുപോലെ പറയിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. ശരി, വ്യക്തമാണ്. അപ്പൊ നമ്മുടെ ദീപു ദുബൈയിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പൊ ദീപു,
ദീപുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കാണാനില്ലെങ്കിലും ആളുകൾ അന്വേഷിക്കുന്നില്ല. ദീപുവിനെ കാണാനില്ലാതിരിക്കുമ്പോഴാണ് ആളുകൾ അന്വേഷിക്കുന്നത്. ആരാണെന്ന് എനിക്കറിയില്ല. എന്നോട് സ്നേഹമുള്ളവരൊക്കെ അപ്പൊ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതെ, നമ്മുടെ എനിക്ക് കമന്റ് ബോക്സിൽ ഇങ്ങനെ കാണാം. അപ്പൊ ദീപു എവിടെ, ദീപുവിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ദീപു അവിടെ തിരക്കിലാണെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. ചിലപ്പോൾ ജോലിയൊക്കെ പുതിയതായി കിട്ടിയ സമയത്ത് അവിടെ ഇരുന്ന് പൊതുവേദി കണ്ടാൽ ചിലപ്പോൾ അവർ വിചാരിക്കും സെറ്റിൽ ആവാൻ കുറച്ച് സമയം വേണമല്ലോ. അപ്പൊ ഇന്ന് അവധിയാണോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്. ഇന്ന് അവധിയാണോ? ഇന്ന് 2 ദിവസം അവധിയാണ്, ശനി ഞായറും അവധിയാണ്. അപ്പൊ അപ്പോഴാണ് ഇത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുകയും കോൾ ചെയ്യാനൊക്കെ സാധിക്കുകയും ചെയ്യുന്നത്. മറ്റത് ഇടയ്ക്കൊക്കെ എടുത്തു വെച്ച് കേൾക്കാറ് മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പൊ പങ്കെടുക്കുന്നത് ശനി ഞായർ മാത്രമാണ് പങ്കെടുക്കാൻ പറ്റുക. പിന്നെ ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല്, അതായത് ഒരു 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 സംഘടനയുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ്? പ്രതിപക്ഷ നേതാവ് ഏതാണ്ട് വികാര നിർഭരമായിട്ടാണ് പറയുന്നത്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തന്നെ പാലിക്കുന്നുണ്ടോ? അദ്ദേഹം ഏതാണ്ട് ഞാനാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ അംബാസഡർ എന്ന രീതിയിലാണ്. അദ്ദേഹം അല്ലേ പരവൂര് ഈ പറയുന്ന RSSന്റെ നേതാക്കളുടെയൊക്കെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് കുനിഞ്ഞ് കുമ്പിട്ട് നിന്ന് വിളക്ക് കത്തിച്ച് ഫോട്ടോ എടുത്തുന്ന ആളാണ് വന്നിരുന്ന് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. അദ്ദേഹമല്ലേ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഇല്ല, അവർക്കിപ്പോ ഒരു വർഗീയത ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത ആള്. എന്നിട്ട് അദ്ദേഹം വന്നിരുന്നിട്ട് പറയുകയാണ് ഇത് ഈ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നില്ലേ ഇരയ്ക്കൊപ്പം ഓടുകയും ഇരയ്ക്ക് വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയെന്ന ആളല്ലേ സതീശൻ നേരത്തെ ഇങ്ങനെയായിരുന്നു. അപ്പം അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി കിട്ടുമെന്ന് ആവുമ്പോഴത്തേന് എന്ത് വൃത്തികേടും താൻ ചെയ്ത കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന സതീശന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞത് കാറി കയറ്റി കൊണ്ടുവരില്ല. അദ്ദേഹത്തിന്റെ തന്നെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ മുൻഗാമിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഞാൻ എല്ലാവരെയും കയറ്റുന്നല്ലേ പറഞ്ഞത്. വെള്ളാപ്പള്ളിയെ കുറിച്ച് ഏത് രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്? പൊന്നാടി ഇടിക്കാൻ പോട്ടെ, അദ്ദേഹത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് നിൽക്കുന്ന നേതാവല്ലേ ഹൈബി ഈഡൻ പൊന്നാട് എണീക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. ഈ രീതിയിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു വാചകം ഈ NSS സുകുമാരൻ നായരെ കുറിച്ച്, സുകുമാരൻ നായർ നേരിട്ടല്ലേ ആ മുസ്ലിം സമുദായത്തിനെതിരെ ഹൂറികൾ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചത്? അതിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് ഇവര് പറഞ്ഞോ? ഈ കഴിഞ്ഞ ശ്രീ മന്നത്തിന്റെ ഒരു സമ്മേളനം പോലെ ഒരു കാര്യം നടന്നല്ലോ. അവിടെ പോയിട്ട് ഈ NSSന്റെ നേതാക്കളുടെ കാലിൽ കുമ്പിട്ട് വീഴുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ? അപ്പൊ ഇവർക്ക് എന്തുമാകാം, ഇവർക്ക് എന്തും പറയാം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കാര്യമില്ലെന്ന് പറയാം. ഇവരുടെ നേതാവിന്റെ അടുത്ത് പാലക്കാട് മത്സരിക്കുമ്പോഴല്ലേ ചോദിച്ചത് നിങ്ങൾ SDP വോട്ട് വേണോ വേണ്ടെന്ന് ചോദിച്ചപ്പോഴല്ലേ ഓറഞ്ചും ബിസ്ക്കറ്റും വായിലേക്ക് ഇട്ടുകൊണ്ട് അതിന് പറയാതെ ഇരുന്നത്? എന്നിട്ട് SDP നേതാക്കളല്ലേ അയാൾ ജയിച്ചപ്പോൾ നടന്നത്? അപ്പൊ എല്ലാ വർഗീയതയും ഇവർ കൊണ്ടു നടക്കുകയാണ്. ഒരു കാര്യവും അതിനനുസരിച്ചില്ല. പറയുമ്പം ഞങ്ങൾ ടീം UDF എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് മുണ്ടും പൊക്കി പിടിച്ചിട്ട് നടന്നിട്ട് കാര്യമുണ്ടോ? ഈ റീൽ ഇട്ടിട്ട് പറയുമ്പോഴും പ്രവൃത്തിയിലും വേണ്ടേ അത്? ആ കാര്യങ്ങളിലോ ഇവിടെ വെച്ച് വെള്ളാപ്പള്ളിയെ ഏതെങ്കിലും ഹലോ കേൾക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളിയെ അങ്ങനെ തള്ളിക്കളയേണ്ട നേതാവ് എന്നുള്ള രീതിക്ക് അദ്ദേഹം അത് പറഞ്ഞ തള്ളിക്കളയെന്നെ ചെയ്യാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം അതിനെതിരെ പറയുന്ന കാര്യങ്ങളെ ഒന്നും ഞങ്ങൾ അനുകൂലിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം വേറെ എന്താ ഉള്ളത്? കൃത്യമായ അത് പറയാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ അതിന്റെ മറുപടി ഞാൻ കാത്തിരിക്കുന്നത് റഷീദ് കൊയിലാണ്ടിയിൽ നിന്നാണ്. റഷീദ് കൊയിലാണ്ടി, ദീപു പറയുന്നത് കേട്ടോ, വിമർശനമാണ് സതീശനെതിരെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. അതെ, മതേതരത്വം ഏറെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മതേതരത്വം ഊട്ടി ഉറപ്പിക്കാനും മതേതരത്വം ഉറക്കെ വിളിച്ചു പറയാനും നമ്മൾ എല്ലാവരും തയ്യാറായേ മതിയാവും. നാനാത്വത്തിൽ ഏകത്വം, അതാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ മുഖ്യമന്ത്രി പറഞ്ഞതിനെ എങ്ങനെയാണ് കാണുന്നത്? താനൂരിൽ, പാണ്ടിക്കാട്, എളങ്കൂരിൽ, മണ്ണാർക്കാടിൽ ഇവിടെയൊക്കെ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ അതെല്ലാം അന്ന് CPM അവസാനിപ്പിച്ചു. ഇപ്പോൾ ഒരു സംഘർഷവും ഇല്ലാത്ത നാടായി കേരളം മാറി. ഇതിനൊക്കെ പ്രധാന കാരണം ഇടതുപക്ഷമാണ് എന്ന് പറയുന്നു. അതെ, മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് വേദിയിൽ വെച്ചുകൊണ്ടാണെന്ന് കൂടി നമ്മൾ കാണണേ. അതേപോലെ തന്നെ VD സതീശൻ പറഞ്ഞതും ഏത് വേദിയിൽ വെച്ചുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം.
ഇവര് പറയുമ്പോൾ ഉള്ള ആത്മാർത്ഥത എത്രമാത്രം ഉണ്ടെന്ന് പൊതുസമൂഹത്തിനറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇവര് എത്രമാത്രം ഈ മതേതരത്വം പറയാൻ അർഹരാണ്. ഇവരാരെയും തൊക്കിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. വർഗീയത പരത്തുന്ന, വർഗീയ വിഷമൊഴിക്കുന്ന ആളുകളെ കൊണ്ട് നടക്കുകയും എന്നിട്ട് വർഗീയതയെക്കുറിച്ച് പറയുകയും മതേതരത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ പറഞ്ഞത് വ്യക്തമാണ് അതിൽ നിന്ന് കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും ദീപു വന്നതിൽ വലിയ സന്തോഷം. ഷാജി ഭാസ്കറിനുണ്ട്, കയ്യൊക്കെ പൊക്കി ഇങ്ങനെ ദീപു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ദീപു ഫാൻസ് ഇവിടെ വരട്ടെ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഷിജു കുര്യത്ത്. അപ്പോൾ മതത്തെ തരം പോലെ ഉപയോഗിക്കുന്നതാണ് മതേതരത്വം എന്ന് ശശിധരൻ പിള്ള എന്നോട് തമാശ രൂപേണ പറയുന്നത്. നമ്മുടെ രാജൻ കൊല്ലത്തിൻ്റെ ഒരു അനാലിസിസ് എന്താണ് ഇല്ലാത്തതെന്ന് ക്രിസ് ചോദിക്കുന്നുണ്ട്. ഡേവിഡ് വിജയ് എന്താണ് പറയുന്നത് എന്നാണ് ഷാജി ഭാസ്കർ ചോദിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ഒരു ലഹളയും ഇല്ല എന്നാണോ പറയുന്നത്? ഒറീസിൽ CPM ഓഫീസിലല്ലേ ക്രിസ്ത്യാനികൾ അഭയം തേടിയത്? ഇത് ഒത്തുപോകുന്നില്ല. ലഹളയില്ലെങ്കിൽ പിന്നെ എന്തിനാ അഭയം തേടി എന്ന് പറയുന്നു. അപ്പോൾ ശിവശങ്കരൻ എന്നോട് പറയുന്നു ദേവി ഇത് പൊതുവേദിയെ ഒരു കവലപ്രസംഗ വേദിയാക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ പൊതുവേദി കവലപ്രസംഗം ആണെന്ന് വെച്ചാൽ ഒരു കവലയാണ് ഇതൊരു കവല പോലെയാണ്. സാധാരണക്കാരായ മനുഷ്യർ, സാധാരണക്കാരായ ആളുകൾ അവിടെ ഇരുന്ന് കൂട്ടായി ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ, അതിനപ്പുറത്തുള്ള മറ്റ് സാമൂഹിക വിഷയങ്ങൾ എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു ഡിജിറ്റൽ കവലയായാണ് പൊതുവേദി മാറുന്നത്. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഇത് മതേതരത്വം ആർക്കാണുള്ളതെന്ന് ജനങ്ങൾക്കറിയാം എന്നാണ് എന്നോടിപ്പം നമ്മുടെ ഒരു പ്രേക്ഷകൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ അങ്ങ് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ആ വിശ്വാസ്യത മുഖ്യമന്ത്രിക്ക് നഷ്ടമായോ? നമസ്കാരം. നമ്മുടെ റഷീദ് കൊയിലാണ്ടിയാണ് പറഞ്ഞത്. ഞാൻ പിന്നെ പേരെടുത്ത് അങ്ങോട്ടും കൊണ്ടൊരു തർക്കം ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയില് മൊത്തം ഇല്ലാത്തതും കേരളത്തിലുള്ളതുമായ കാര്യം എന്തെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പം മതേതരത്വവും കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഗുജറാത്തിൽ എന്തുകൊണ്ടാണ് കലാപം ഉണ്ടായത്? അവിടെ കമ്മ്യൂണിസ്റ്റുകൾ ഇല്ല, ചോദിക്കാൻ ആരും ഇല്ല. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോ അതിന് ഒത്താശ ചെയ്തവരാണ് കോൺഗ്രസ്സുകാര്, ആണെന്നറിയാമല്ലോ. അതിലൊരു വീതം കിട്ടാത്തതിന് പരാതി പറഞ്ഞതാണ് പ്രിയങ്ക ഗാന്ധി. ശിലാന്യാസം നടത്താൻ വർഷങ്ങളായി പൂട്ടിക്കിടന്ന ഗേറ്റ് തുറന്നു കൊടുത്തു അയോധ്യയില് രാജീവ് ഗാന്ധി. അതിനുള്ള വഴിമരുന്നിട്ട് കൊടുത്തു, ഇല്ലേ? ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോ എത്ര ആയിരം സിഖുകാരെയാണ് അവർ കൊന്നത് കോൺഗ്രസ്സുകാര്? സിഖുകാരെ തെരഞ്ഞു പിടിച്ചാ വന്നേ. അതൊരു മതേതരത്വമാണല്ലോ കോൺഗ്രസിന്റെ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് എണ്ണിയാൽ ഒടുങ്ങാത്ത മതേതരത്വം കോൺഗ്രസ്സുകാർ കാണിച്ചിട്ടുണ്ട്. തരാതരം പോലെ ചേരാവുന്നിടത്തെല്ലാം ചേരും, എല്ലാവരുടെയും കൂടെ ചേരും. മാറാട് കലാപം നടന്നപ്പോ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ AK ആന്റണി ആ സ്ഥലം സന്ദർശിക്കാൻ ചെല്ലുമ്പോ കൂടെ മുസ്ലിം നാമധാരിയായ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് കുഞ്ഞാലിക്കുട്ടി അനുവദിക്കാൻ പറ്റില്ലെന്ന് BJP പറഞ്ഞപ്പോ അവരുടെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കുഞ്ഞാലിക്കുട്ടിയെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് പോയ ആളാണ് AK ആന്റണി. അതേസമയം അതേ സ്ഥലത്ത് പിണറായി വിജയൻ പോയി. പിണറായി എന്ന മുഖ്യമന്ത്രി ഇല്ല, അതില്ല, അധികാരമില്ല. പിണറായിയുടെ കൂടെ മുസ്ലിം നാമധാരിയായ MLA ഉണ്ടായിരുന്നു. എന്റെ ഓർമ്മയിലാണെങ്കിൽ ശ്രീ മുഹമ്മദ് കോയ മറ്റോ ആയിരുന്നു. അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മാറി നിൽക്കെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ MLA കൂട്ടിയിട്ടാണ് സ്ഥലം സന്ദർശിച്ചത് പിണറായി വിജയൻ. അപ്പൊ ആരാണ് മതേതരത്വം പറയുന്നതും ചെയ്യുന്നതും ഒക്കെ? ഇത് നമ്മൾ മറക്കാൻ പറ്റുമോ? ഇപ്പൊ ഇന്നത്തെ ലേറ്റസ്റ്റ് ഒരു വാർത്തയുണ്ട്, നിങ്ങളുടെ ചാനൽ പ്രക്ഷേപണം ചെയ്തെന്ന് അറിയില്ല, ഞാൻ വേറൊരു ചാനലിലാണ് കണ്ടത്. ഒരു MLA പറഞ്ഞേക്കുന്നു മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ പുണ്യം കിട്ടുമെന്ന്. ഇന്നത്തെ വാർത്ത ലേറ്റസ്റ്റാ, പഴയതൊന്നുമല്ല. ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ പുണ്യം കിട്ടുമെന്ന്. അങ്ങനെ ബലാത്സംഗം ചെയ്താൽ സുന്ദരിമായ സ്ത്രീകളൊക്കെയാണ് SC ST ഉള്ളതെന്നും അവരെ ബലാത്സംഗം ചെയ്താൽ ഒരു തീർത്ഥാടനത്തിന്റെ പുണ്യം കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് കോൺഗ്രസ് സംസ്കാരം. മാങ്കൂട്ടത്തിന്റെ ഗുരുവാണോ ആ MLA എന്നോ അതോ ഇനിയും ആ MLAയുടെ ഗുരുവാണോ മാങ്കൂട്ടം എന്നും നമുക്കറിയത്തില്ല. ഇത്രയ്ക്ക് മ്ലേച്ഛമായ സംസ്കാരം പിന്തുടരുന്ന കോൺഗ്രസ്സുകാര് പിണറായി വിജയന്റെ ഒരു രോമത്തിന്റെ വിലയില്ലാത്തവരാണ്. വ്യക്തമാണ്. അപ്പൊ കൃത്യമാണ്. അപ്പൊ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് അങ്ങയുടെ അഭിപ്രായം
പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ശശിധരൻ പിള്ളൈ, നമ്മുടെ ശശിധരൻ വയലാറാണ് ഈ മെസ്സേജ് എനിക്ക് അയച്ചിരിക്കുന്നത്. ദീപുവിനെ എതിർത്ത് എന്തെങ്കിലും മനു സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ ഏറ്റവും അധികം എതിർത്ത ആളുകളിൽ ഒന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമലയും ദീപുവും അതുപോലെ കൊല്ലത്തുള്ള ക്രിസ്റ്റഫറും, ഇവരോടാണ് ഞാൻ എപ്പോഴും എന്താ പറയുക എപ്പോഴും തർക്കിക്കുന്നത്. പിന്നെ എന്നെ പറയുമ്പോഴേ ഞാൻ കൂടുതലും തർക്കിക്കാറുള്ളൂ. അല്ലാത്ത ഘട്ടങ്ങളിൽ അതിന് മറുപടി പറയാൻ ഇപ്പോൾ ദീപു പറഞ്ഞല്ലോ, അതിന് മറുപടി പറയാനായിട്ട് നമ്മുടെ റഷീദ് കൊയിലാണ്ടിയുണ്ട്. അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല വന്നു, അദ്ദേഹത്തിന് മറുപടി പറയാൻ ഇപ്പോൾ KG കുമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ ചേരിയിലില്ലാത്തതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ന്യായീകരിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഷിജു എന്നോട് പറയുന്നത് പൊതുദേവി ഈസ് എ കവല പ്ലസ് എ ചായക്കട ഫോർ ഡിസ്കഷൻ എന്ന് പറയുന്നു. ഓക്കെ, കൃഷ്ണൻകുട്ടി പറഞ്ഞത് കറക്റ്റാണെന്ന് എന്നോട് ഷിജു ഭാസ്കർ പറയുന്നു. അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ KG കുമാർ, ശ്രീ KG കുമാർ, ഹലോ, കേൾക്കുന്നുണ്ട്. ശ്രീ KG കുമാറിന് എന്ത് തോന്നുന്നു? ഈ മതേതരത്വം പറയേണ്ട ഒരു വേദിയിൽ അവർ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ എന്ത് സന്ദേശം അവിടെ ഇരിക്കുന്ന ആളുകൾ കിട്ടിക്കാണും? ഈ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നേതാക്കന്മാരും വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല, രണ്ട് മുന്നണിയും ഈ സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ച് വോട്ട് തട്ടിയെടുക്കാനുള്ള ഒരു മതേതരത്വമാണ് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അത് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളിനും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാര്യം സംഘടിത വോട്ട് ബാങ്കിനെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. കാര്യം ഇതിൽ നമ്മൾ നിഷ്പക്ഷമായിട്ട് പറയുവാണെങ്കിൽ തമ്മിൽ ഭേദം പിണറായി വിജയൻ തന്നെയാണ് മറ്റേതിനെ കാട്ടി. പിന്നെ ഈ സതീശൻ ഇത്രയും മതേതരത്വം പറയുന്നുണ്ടല്ലോ, ഇത്രയും മതേതരത്വം പറയുവാണെങ്കിൽ സ്വന്തം മുന്നണിയിലുള്ള പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്. അത്രയും വലിയ മതേതരത്വം ആണെങ്കിൽ നമ്മളെല്ലാം സംസാരിക്കുന്ന മലയാളത്തിന്റെ സുന്ദരാചാര്യന്റെ പ്രതിമ എന്തിനാണ് തിരൂർ മുനിസിപ്പാലിറ്റിയുടെ ചാക്കി കെട്ടിയിട്ടിരിക്കുന്നത്? ഈ ചാക്കി കെട്ടിയിട്ടിരിക്കുന്ന അതായത് തിരൂർ ടൗണിൽ വെക്കുന്ന എത്രയോ കാലമായി. അതേപോലെ തന്നെ ലക്ഷദ്വീപില് മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഒരു മുറിക്കകത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. അതും ഒരു മതേതരത്വമാണ്. അപ്പൊ അതിനൊക്കെ എതിരെ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ശ്രീ KG കുമാർ, അങ്ങേ ആരോ ലക്ഷദ്വീപിന്റെ കാര്യം പറഞ്ഞു ഭയങ്കരമായി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക കേട്ടോ. ഞാൻ ഇപ്പോഴല്ല, കുറച്ച് മുമ്പാണ് ലക്ഷദ്വീപിൽ വ്യാപകമായി യാത്ര ചെയ്ത ഒരാളാണ്. എല്ലാ ദ്വീപിലും സുഹൃത്തുക്കളുള്ള ഒരാളാണ്. ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് അതിൽ ഒന്നാണ് ലക്ഷദ്വീപിലുള്ളത്. നമ്മൾ അറിഞ്ഞിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ആയിട്ട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ കണ്ട ലക്ഷദ്വീപ് അതല്ല. അവിടെ മനുഷ്യർ അങ്ങേയറ്റത്തെ മതേതര മുഖമാണ് ലക്ഷദ്വീപിന് ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, ഞാനതിൻ്റെ ചരിത്രവും ഒക്കെ ആ ഘട്ടത്തിൽ അവിടെ ചെന്നപ്പോൾ പഠിച്ചത് എന്ന് വെച്ചാൽ ഈ ലക്ഷദ്വീപിൽ 100% മുസ്ലിങ്ങളായതുകൊണ്ട് ഈ വിഭജനത്തിൻ്റെ സമയത്ത് പാകിസ്ഥാൻ കപ്പലൊക്കെ അങ്ങോട്ടേക്ക് അയച്ച് ആ ദ്വീപുകളെ പാകിസ്ഥാനിലേക്ക് ചേരുമോ എന്നൊക്കെ നോക്കിയിരുന്നു. ലക്ഷദ്വീപിൽ വൈകിയാണ് സ്വാതന്ത്ര്യം അറിയുന്നത്, സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം. അവിടുന്ന് കൊപ്രയുമായി പോയ തോണികൾ മടങ്ങി വന്നപ്പോഴാണ് അറിയുന്നത് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം. അപ്പം തന്നെ അവർ ദേശീയ പതാക ഉയർത്തുകയും ഇന്ത്യൻ വൻകരയോടൊപ്പം നിന്ന് അവർ അത് ആഘോഷിക്കുകയും ചെയ്ത വലിയ മനുഷ്യരുടെ കൂട്ടായ്മയാണ്. ഞാനവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ചെന്നിരുന്നു. അപ്പോൾ അവിടെ പോലീസുകളൊക്കെ വെറുതെ ഇരിക്കുക. കോടതിയിൽ ചെന്നപ്പോൾ അവിടെ ജഡ്ജ് പേപ്പർ വായിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പോകും. അങ്ങനെ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ, അക്രമങ്ങൾ കുറഞ്ഞ, സ്നേഹമുള്ള മനുഷ്യരുടെ ഒരു നാട്. ഞാൻ അവിടെ പോയി എല്ലാ എത്രയോ വീടുകളിൽ പോയി മത ചിന്താഗതിയോടുകൂടി മാറ്റി നിർത്തുന്ന ഒരു നേരിയ അനുഭവം പോലും എനിക്ക് പറയാനില്ലെന്ന് മാത്രമല്ല, അങ്ങേയറ്റത്ത് ആ ഒരു സ്നേഹത്തോടു കൂടി ആശ്ലേഷം ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ലക്ഷ്യം. അന്ന് അവിടെ ഒരു തവണയെങ്കിലും പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പോയതിനു ശേഷം ഇപ്പോഴും അവരിവിടെ വരുമ്പോഴും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല മനുഷ്യരുള്ളൊരു നാടാണത്. അല്ല, ഞാൻ സാധാരണ ജനങ്ങളുടെ കാര്യത്തിൽ എനിക്ക് സാറ് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ്. എനിക്ക് ഇതില്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണല്ലോ താങ്കൾ പറയുന്നത്. പക്ഷേ ഈ മഹാത്മാഗാന്ധിയുടെ പ്രതിമ വെക്കുന്ന കാര്യത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അത് സാധാരണ ജനങ്ങളായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിശദാംശം എടുത്തിട്ട് പറയാം. അവിടെ അങ്ങനെ ഗാന്ധിജിക്കെതിരെയോ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിനെതിരെയോ അവിടെ ഒരു ഹിന്ദു പോലും ഇല്ലാത്ത ഒരു അമ്പലമുണ്ട്. അതായത് പ്രതിമ വെക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഗാന്ധിജിയോട് അവർക്ക് പ്രത്യേകിച്ച് എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഒരു അമ്പലമുണ്ട് വരുന്നവർക്ക് പ്രാർത്ഥിക്കാൻ. നമ്മൾ ഈ മതത്തിന്റെ പേരിൽ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ പരത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, പ്രദീപ് ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രദീപ്. രണ്ടു മിനിറ്റ് വേണം. ഈ വർഗീയത ഇല്ലാത്ത ആരാ, ഉള്ളിൽ ഇല്ലാത്ത ആരാന്ന് പറയാമോ കേരളത്തിൽ? വെറുതെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതൽ ഭക്തന്മാര്.
പ്രദീപ്, എനിക്ക് പ്രദീപ് പറയുന്ന ഒട്ടും കേൾക്കാമോ? കുറച്ചുകൂടെ ഉറക്കെ പറയാമോ? ഈ വർഗീയത ഇല്ലാത്ത ആരാണ്? അതെയോ? എല്ലാരും വർഗീയന്മാരാണ്. എല്ലാ ജനത്തിന്റെ ഉള്ളിലും അല്പം വർഗീയത ഉണ്ട്. വർഗീയത ഇല്ലാത്ത ആരുമില്ല. എന്റെ വീടിന്റെ അടുത്ത് ഒരു CPI നേതാവാണ് വെളിച്ചപ്പാട് അമ്പലത്തിന്റെ. വർഗീയമില്ലാത്ത ഒരു മനുഷ്യൻ കേരളത്തിൽ ചുമ്മാ നുണ പറഞ്ഞ ഈ പാർട്ടിക്കാർക്കൊക്കെ വർഗീയത ഉണ്ട്. ആരും പറഞ്ഞില്ലാന്ന്. പിന്നെ എന്നോട് കണ്ടത്തിൽ വിജീഷ് പറയുന്നത് ശാഖയ്ക്ക് കാവൽ നിന്നതും ഗോൾവൽക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയതും ആരാണ് എന്ന് എന്നോട് ചോദിക്കുന്നു. അത് ജനങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. പ്രതിമയുടെ കാര്യം പറയൂ സഖാവേ എന്ന് മോഹനൻ എന്നോട് പറയുന്നു. സഖാക്കന്മാർ പറയുമ്പോൾ നല്ലതും അല്ലാത്തത് പറയുമ്പോൾ ചൊറിച്ചലും. സഖാക്കന്മാർക്ക് ഇതിൽ മുൻഗണനയാണോ സാർ എന്ന് ജയകുമാർ എന്നോട് ചോദിക്കുകയാണ്. എന്തൊക്കെ തരം പ്രശ്നങ്ങളാണ് നോക്കൂ. കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാത്തത് കൊണ്ടാണ് മാറാട്, പൂന്തുറ, നാദാപുരം കലാപങ്ങൾ ഉണ്ടായത് എന്ന് കൃഷ്ണദാസ് പറയുന്നു. അങ്ങനെ ഉള്ള നിരവധി പ്രേക്ഷകർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. CPMകാർക്ക് കൂടുതൽ സമയം കൊടുക്കുന്നത് ശരിയല്ല എന്ന പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോടൊപ്പം ഉസ്മാൻ കായംകുളത്ത് നിന്ന് ചേരുന്നു. ഉസ്മാൻ, ഈ കാന്തപുരത്തിൻ്റെ കേരള യാത്രയിലാണ് ഈ മാറാട് കലാപം തൊട്ടുള്ള ഒട്ടനവധി കലാപങ്ങളെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ അവിടെയാണ് കൃത്യമായ ഒരു വാഗ്വാദത്തിലേക്ക് VD സതീശൻ കടക്കുന്നത്. കാറിൽ ആളെ കയറ്റുന്നത് സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വേദിയിൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ കായംകുളത്തു നിന്നുള്ള ഉസ്മാൻ ആർക്കൊപ്പം നിൽക്കും? സാറേ, പിന്നെ നമ്മുടെ പിണറായി വിജയൻ ഭരിക്കാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. ഇതുവരെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പം അവര് പിന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തതിനെ കൊണ്ടാണ് പിണറായി വിജയന്റെ ഈ ഭരണം നല്ലതും ഇതുപോലെ വർഗീയ സംഘർഷം ഇവിടെ കേരളത്തിൽ ഉണ്ടാകാതിരുന്നത്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സതീശൻ പറഞ്ഞ് വിസ്മയം നടക്കും, പിന്നെ സസ്പെൻസ്, പിന്നെ എന്തോന്ന്, പിന്നെ സ്ഥാനാർത്ഥി വരും, പിന്നെ മറ്റേ കെ സുധാകരൻ പറയുന്നുണ്ട് എന്തോന്ന്, പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി വരെ കാത്തിരിക്കാം. ഇവരിതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കെ മാണിയുടെ പുറകെ വല്ല പോകേണ്ട കാര്യമുണ്ടോ? സാറേ, ഒരു കാര്യം താങ്കളുടെ അഭിപ്രായം. ചാക്കോ വയനാട്ടിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചാക്കോ, കേൾക്കാമോ? ചാക്കോ വയനാട്ടിൽ എവിടെയാണ്? ബത്തേരിക്കാരനാണോ? അല്ലല്ല, പനമരം. പറയട്ടെ. സാർ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളെ ഈ ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ബത്തേരിയല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ 10 വർഷമായി ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നു. കേരളത്തില് ഇപ്പം ഏകദേശം ഒരു 10 വർഷം തികയാനായി. ഇന്നേ വരെ കേരളത്തില് 5 വർഷം UDF, 5 വർഷം LDF എന്ന രീതിയിലായിരുന്നു ഭരണ സംവിധാനം ഉണ്ടായിരുന്നത്. അത് മാറി ഇപ്പൊ 10 വർഷമായി. ഇപ്പം ഈ കേരളത്തില് വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതല്ല, ഇവർ ഇന്നലെ ഏറ്റുമുട്ടിയ കാര്യമാണ് ഈ അതെ, ഇന്നലെ AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തിന്റെ ഒരു വേദിയിലുള്ള ഒരു വിഷയമാണല്ലോ. അതാണ് വിഷയം. ആ വിഷയത്തില് പിന്നെ ഇത്രയും പ്രായമുള്ള ഒരു മുഖ്യമന്ത്രി ഇത്ര മണിക്കൂറുകളോളം നീണ്ടു നിന്ന് ഈ കേരളത്തിന്റെ ചരിത്രങ്ങള് അത്രയും ആളുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പറയണല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ചരിത്രങ്ങൾ ജനങ്ങൾ ഓർക്കുകയുള്ളൂ, അല്ലെങ്കിൽ മറന്നുപോകും. അപ്പം നല്ല രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അത് നമ്മളെ UDFന്റെ ഒക്കെ നേതാക്കന്മാരെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് അവിടെ സംസാരിച്ചത്. ഈ സംസാരിച്ചതൊന്നും ഒരു നുണയോ അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങളോ അല്ല. മാറാട് സംഭവമാണെങ്കിലും ഒക്കെ, തലശ്ശേരി കലാപമാണെങ്കിലും ഒക്കെ നമുക്കറിയാം. ഇതൊക്കെ ചരിത്രങ്ങളാണ്. ഇത് ചരിത്രങ്ങൾ, അതിലിരിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന പഠനാത്മകമായിട്ടുള്ള ഒരു നല്ല ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അത് ചാനലുകാരടക്കം അംഗീകരിച്ചിട്ടുണ്ട്. ചാനലുകാർക്കുണ്ടാവും ഒരു രാഷ്ട്രീയം, പക്ഷെ അതെല്ലാം മാറ്റിവെച്ചവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ വർഗീയ കലാപങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ കേരളത്തിലെ ഒരു മതേതര ഇടതുപക്ഷ പ്രസ്ഥാനം ഭരിച്ചാൽ മാത്രമേ നടക്കൂ എന്നതിന്റെ തെളിവ് ഈ 10 വർഷം നമ്മൾ കണ്ടതാണ്. കാരണം ഒരു കലാപങ്ങളോ ഒരു വർഗീയ കലാപങ്ങളോ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ആ നിമിഷം തന്നെ അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഒരു ശ്രമം ഈ ഇടതുപക്ഷ ഭാഗത്തുണ്ട്. അതിന് ശക്തനായ ഒരാളാണ് പിണറായി മുഖ്യമന്ത്രി എന്നുള്ളത് എതിരാളികൾക്ക് പോലും അറിയാം. പക്ഷെ രാഷ്ട്രീയ ആയതുകൊണ്ട് എതിർക്കും, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, തടഞ്ഞില്ല എന്ന സതീശന്റെ ആക്ഷേപത്തിന് എങ്ങനെയാണ് ശ്രീ ചാക്കോ കാണുന്നത്? അല്ല,
സതീശിനെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും അദ്ദേഹത്തെ പറയുന്നില്ല. അദ്ദേഹം ഇപ്പം എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് അയാൾ സത്യം പറയും, നാളെ അയാൾ നുണ പറയും. ഇപ്പൊ വയനാട്ടിലാണ് ഞങ്ങൾ. വയനാട്ടിലെ ഈ ചൂരൽമലയിലെ വിഷയത്തിലൊക്കെ നമുക്കറിയാം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചുള്ള അയാൾ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹം മതേതരത്തിന് പറയാൻ അർഹനുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ അദ്ദേഹം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അത് മാറ്റി മാറ്റി പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പിണറായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി പറഞ്ഞു തന്നെയാണ്. അത് മാറ്റി പറയുന്ന പരിപാടിയില്ല. പറയേണ്ടത് പറഞ്ഞത് ചെയ്യും, ചെയ്യേണ്ടത് മാത്രമേ പറയൂ. അങ്ങനെയുള്ള ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ എല്ലാ ചാനലുകളും മാറ്റി മാറ്റി വെക്കുന്നതും ഇടപെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ചൂരൽമലേന്റെ വിഷയമാണെങ്കിൽ ശരി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണെങ്കിൽ ശരി, എല്ലാം മാറ്റി മാറ്റി പറയുകയാണ്. ഞാനിത് മറ്റൊരു പ്രേക്ഷകനോട് കൂടി ചോദിക്കട്ടെ. ബിനോയ് എന്നോടൊപ്പം കൊല്ലത്ത് നിന്ന് ചേരാം. ബിനോയ് കോൺഗ്രസ്സുകാരനാണ്. ഒരു CPM-കാരൻ്റെ പ്രതികരണമാണ് ഞാനിപ്പോൾ കേട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. മാറ്റി മാറ്റി പറയുന്നു പ്രതിപക്ഷ നേതാവ്, ഒരേ വാക്ക് പറയുന്നു പിണറായി വിജയൻ. കലാപങ്ങളില്ലാത്ത കേരളം സൃഷ്ടിച്ചു പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഉറച്ച നിലപാടാണ് എന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചാക്കോ പറയുകയാണ്. ശ്രീ ബിനോയ് അതിനോട് യോജിക്കൂ? നമസ്കാരം. ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്ന ഒരാളല്ല. കാരണം ഇന്നലെ ഇതുപോലെ ഒരു വേദിയിൽ മുഖ്യമന്ത്രിയാണ് ആദ്യം തുടക്കമിട്ട് സംസാരിച്ചത്. 10 വർഷമായിട്ട് കലാപം, വർഗീയ കലാപം ഒന്നും ഞങ്ങളുടെ ഭരണകാലത്തില്ല, UDF ആയിരുന്നെങ്കിൽ കലാപം ഉണ്ടായിരുന്നു തന്നെ എന്നൊക്കെയാണ് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, മുഖ്യമന്ത്രി ആ വേദി നോക്കിയല്ല സംസാരിച്ചത്. പക്ഷെ പ്രതിപക്ഷ നേതാവ് കൊടുത്ത മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞതെന്തുവാ, ഞങ്ങൾ വർഗീയവാദിയെ കാറിൽ കയറ്റത്തില്ല. അതായത് പ്രസംഗം മാത്രം പോരാ, പ്രവൃത്തിയിലും ഉണ്ടാവണം. പക്ഷെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം അഴിമതിയോടൊപ്പവും BJP-യോടൊപ്പവും സംഘപരിവാറിനോടൊപ്പവും ചേർന്നാണ് ഇപ്പോൾ അദ്ദേഹം ഭരിക്കുന്നത്. അദ്ദേഹം BJP-യുടെ ഇവിടുത്തെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളായി മാറിയിരിക്കും. കാരണം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് എടുത്തെടുത്ത് പറഞ്ഞു, അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ പ്രവീൺ തൊഗാഡിയയാണെന്ന്. അപ്പൊ അത് കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, കാറിൽ കയറ്റത്തില്ല, ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്ന് തന്നെയാണ്. ഇതുവരെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അത് തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? അദ്ദേഹത്തിനെ കാറിൽ കയറ്റിയത് തെറ്റാണ്. അദ്ദേഹത്തിനോടുള്ള നിലപാട് മറ്റ് സമൂഹങ്ങളോടും സമുദായത്തിനോടും വെള്ളാപ്പള്ളിയുടെ നിലപാട് തിരുത്തണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്തത് കൊണ്ട് അത് വേദിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. അത് തന്നെയാണ് സമയം നമ്മുടെ അതിക്രമിക്കുന്നത് കൊണ്ടാണ്. ഏതായാലും അങ്ങ് അഭിപ്രായം വ്യക്തമാക്കി പറഞ്ഞു. അപ്പൊ ഇത് ഗൗതം എന്നോടൊപ്പം ഉണ്ട്. അപ്പൊ ഇതൊരു ഗൗതം ഒരു ഇടതുപക്ഷക്കാരനാണ്. ഗൗതം മനു, ഇദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. ഈ VD സതീശനല്ലേ ഗോൾവാൾക്കറെ മുന്നിൽ പോയി വിളക്ക് കൊളുത്തിയത്? അപ്പോ ഇതുമായി ബന്ധപ്പെട്ട അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ മാറ്റി മാറ്റി പറയുന്ന ആളല്ല മുഖ്യമന്ത്രി എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? തീർച്ചയായും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ തങ്കച്ചൻ കൂടി എന്നോടൊപ്പം ചേരുന്നു, കോട്ടയത്ത് നിന്നാണ്. ശ്രീ തങ്കച്ചൻ. നമസ്കാരം സാർ. ഈ ഇടതുപക്ഷക്കാർക്ക് മതേതരത്വം എന്ന് പറയുന്നത് വെറും പൊള്ളയായ വാക്കാണ്. കാരണം സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം സാറിനറിയാമെങ്കിൽ തീർച്ചയായിട്ടും സാർ അത് പറയല. കാരണം സഖാവ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ജാതിഭേദം ഇന്ന് വർഗീയ ചിന്താഗതിയില്ലാത്ത രക്തബന്ധത്തിനുപരിയായ സാഹോദര്യ ബന്ധത്തിനുപരിയായ ബന്ധമാണ് സഖാവ് എന്ന് വിളിക്കുന്നത്. അത് സഖാവ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, ഏവർക്കും വിളിക്കാവുന്ന വാക്കാണ്. അതിവര് പാലിക്കുന്നുണ്ടോ? ഇല്ല. അവർ അമ്പലങ്ങളിലാണെങ്കിലും പോകരുത്, പള്ളിയിലാണെങ്കിലും പോകരുത് എന്നൊക്കെയാണ് പറയുന്നത്. അതിനുപരിയായിട്ട് PJ ജോസഫിനെ ആദ്യമായിട്ട് LDP ചേർത്തപ്പം മതത്തെ തള്ളി പറഞ്ഞ് വരണമെന്ന് പറഞ്ഞൊരു നേതാവായിരുന്നു DMS ജനറൽ സെക്രട്ടറി DMS. അങ്ങനെയാണ് PJ ജോസഫിനെ 87-ലാണ് എന്റെ ഓർമ്മ PJ ജോസഫിനെ LDF-ലേക്ക് ചേർക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ പറയുന്ന പിണറായി വിജയനെ എന്താണ് പറയാനുള്ള ധാർമ്മികത? അതിനുപരിയായി സാറ് ഏത് ജാതി ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, സാറിന് മക്കളെ വിവാഹം കഴിക്കുമ്പോൾ സാർ തീർച്ചയായിട്ടും ജാതിപരമായി ചിന്തിച്ച് സ്വന്തത്തിൽ ജാതി ഒരു കുട്ടിയെക്കണ്ടിൽ വിവാഹം കഴിക്കുള്ളൂ. ആണായാലും പെണ്ണായാലും വിവാഹം കഴിക്കുള്ളൂ. അത് അവന്റെ പണമോ പദവിയോ ഒന്നും നോക്കില്ല. തീർച്ചയായിട്ടും എന്റെ ജാതി നിലനിൽക്കണം, എന്റെ കുടുംബം നിലനിൽക്കണം, എന്റെ പാരമ്പര്യം നിലനിൽക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും വർഗബോധം സാറും കാണിക്കും, ഞാനും കാണിക്കും. ഈ അത് ശ്രീ തങ്കച്ചൻ മാത്രമേ കാണിക്കുള്ളൂ, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. ഞാൻ ജാതി നോക്കിയല്ല കല്യാണം കഴിച്ചത്, എൻ്റെ അച്ഛനും ജാതി നോക്കിയല്ല കല്യാണം കഴിച്ചത്, എൻ്റെ ഭാര്യയും ജാതി നോക്കിയല്ല കല്യാണം കഴിച്ചത്, അവരുടെ അച്ഛനും ജാതി നോക്കിയല്ല കല്യാണം കഴിച്ചത്. അങ്ങനെ ജാതി നോക്കി കല്യാണം കഴിക്കുന്ന ഒരു രീതി എനിക്കില്ല. അത് അങ്ങക്ക് അത് എൻ്റെ അതിലെന്നെ കൂട്ടണ്ട. ഞങ്ങൾ മനുഷ്യൻ ആയി ജീവിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്.
സാറിനെ കൊണ്ടടിക്കാന്ന് ഞാൻ പറയുന്നത് എല്ലാവരും നോക്കി അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുക. നമുക്ക് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ, അവരുടെ മൂല്യം, വിദ്യാഭ്യാസ യോഗ്യത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് ഞാൻ എൻ്റെ മോള് കല്യാണം കഴിക്കാറായി ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളതും അവരോട് എപ്പോഴും സംസാരിക്കാറുള്ളതും അങ്ങനെയാണ്. ഒരാളെ ജീവിതത്തിൽ വേണമെന്ന് തോന്നുമ്പോൾ അത് നല്ല വിദ്യാഭ്യാസവും, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ കൂടി നല്ല കാഴ്ചപ്പാടുകളും ഒരു പുരോഗമന ചിന്താഗതിയും ജീവിതത്തെ കുറേ കൂടെ പോസിറ്റീവായി നേരിടാൻ കഴിവുള്ള, എപ്പോഴും കൂടെ നിൽക്കുന്നു എന്ന് ഉറപ്പുള്ള, ദുർഘടഘട്ടങ്ങളിൽ ഒരു തുണയായി ഉണ്ടാകുമെന്ന് കരുതുന്ന ഒരാൾക്കൊപ്പമാണ് ജീവിക്കേണ്ടതെന്നാണ് ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതാണ് യഥാർത്ഥമായി ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ ജാതി നോക്കി കല്യാണം കഴിക്കാൻ, എൻ്റെ ജാതി നിലനിൽക്കണമെന്നും എനിക്ക് ഒരാഗ്രഹവുമില്ല. അത് സാറിന്റെ നിലപാട്, സാറിന്റെ സത്യം, സാറിന്റെ നിലപാടും സാർ പറയുന്നത്. ശരി, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു കോളറും കൂടി ഉണ്ട്. കഴിഞ്ഞു. ഓക്കെ. അപ്പം ഇതിനിടയിൽ അപ്പോൾ ആ ഒരു തർക്കം അങ്ങനെ വന്നു. അത് അത്രയേ ഉള്ളൂ. ആ പ്രശ്നം അവിടെ പറഞ്ഞു തീർക്കണം. ഏതായാലും ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. അപ്പോൾ പ്രേക്ഷകർ പക്ഷേ വലിയൊരു വിഭാഗം വി ഡി സതീശനെയാണ് പിന്താങ്ങുന്നത് എന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. 88% ആളുകൾ വി ഡി സതീശനൊപ്പമാണ് ഇന്നത്തെ പോളിങ്ങിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഓക്കെ. ഏതായാലും അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ ഉത്തേജിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുകയോ ചെയ്യുന്നത് ഒരു ന്യായമായ കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മതം മനുഷ്യനെ വേർതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധമല്ല, അത് ഒരുമിപ്പിക്കാനുള്ളൊരു മൂല്യമാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളാണ് പ്രധാനമായും ചർച്ചയാകേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. വികസനം, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അതൊക്കെയാണ് പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത്. മതവിദ്വേഷം വളർത്തുന്നത് സാമൂഹികമായ ഐക്യത്തെ തകർക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുടെ വിശ്വാസങ്ങൾ ചൂഷണം ചെയ്യാതെ എല്ലാവരും സമത്വത്തോടെ, നീതിയോടെ ജീവിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് അഭികാമ്യം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കാൾ വലുത് സമൂഹത്തിൻ്റെ സമാധാനവും ഐക്യവുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.